Division. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to start the problem part of budget and budgetary control. The cash budget, how to prepare cash budget. Okay, there are three important methods of preparing cash budget. First method is receipt and payment method. Second one is balance sheet forecast method, and third one is profit forecast method. Today we are going to discuss how to prepare cash budget under a receipt and payment method. Okay. Today's problem is this. From the information given below, prepare a cash budget for the 3 months ending 30th June 2016. Okay. Then month headings ആണ് മിസ് വായിക്കുന്ന കോളം ഹെഡിങ്സ് ആണ്. മന്ത്, ഫസ്റ്റ് കോളം ഹെഡിങ് മന്ത്, സെക്കൻഡ് ക്യാഷ് സെയിൽസ്, തേർഡ് വൺ ക്രെഡിറ്റ് സെയിൽസ്, then next one cash purchases, then credit purchases, then other expenses. Okay, from 2016 ഫെബ്രുവരിയിൽ 60,000, 90,000, 45,000, 80,000 and 20,000. Then March cash sales 90,000, credit sales 1,05,000, cash purchases 70,000, credit purchases 1 lakh, other expenses 26,000. Okay, then April 85,000, 1,60,000, 80,000, 90,000, 24,000. May 70,000, 1,10,000, 75,000, 1,30,000. Then June 65,000, 1,20,000, 75,000, 1,30,000, then 35,000. Okay, then credit terms. Debtors are allowed 1 month time for making payment. Second one, creditors allow 2 months time for making payment. Third one, half month is the time taken for making payment of other expenses. Then every month rupees 3,000 is to be paid for rent. Then next one, rupees 4,000 is to be paid as dividend in June. Then last information, cash and bank balance on 1st April 2016 is expected to be rupees 4,000. This is our today's question. Okay, let's start. Cash budget. Okay, cash budget nammal cash budget heading cash budget bracket la receipt and payment method for the 3 months year ended 30th June 2016. Okay, for the 3 months ended 30th June 2016 ആണ്. അപ്പോൾ 3 months 30th June ൽ എൻഡ് ചെയ്യണമെങ്കിൽ ജൂൺ, മെയ്, ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനെ 3 monthsന്റെ ഫോർകാസ്റ്റ് ആണ്, ക്യാഷ് ബഡ്ജറ്റ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സം ക്രെഡിറ്റ് ടേംസ് തരും. ആ ക്രെഡിറ്റ് ടേംസ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രോബ്ലത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓരോന്നും പല രീതിയിലായിരിക്കും തരിക. ഇപ്പം ഫസ്റ്റ് കേസ് പറയുന്നു, ഡെറ്റേഴ്സ് ആർ അലൗഡ് 1 month ടൈം ഫോർ മേക്കിംഗ് പേയ്മെന്റ്. ഡെറ്റേഴ്സ് ആർ അലൗഡ് 1 month ടൈം ഫോർ മേക്കിംഗ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെറ്റേഴ്സ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് സെയിൽസ്. ഡെറ്റേഴ്സ് ആർ റിലേറ്റഡ് ടു ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ഈ മാസം നടക്കുന്ന ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് തൊട്ടടുത്ത മാസമാണ് കിട്ടുക. ഈ മാസം കിട്ടുന്ന ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ? തൊട്ടടുത്ത മാസം കിട്ടുള്ളൂ. അപ്പോൾ 1 month ടൈമാണ്. അപ്പം ജാനുവരിയിലെ ക്രെഡിറ്റ് സെയിൽസിന്റെ ഫിഗർ നമുക്ക് എന്നെ കിട്ടുള്ളൂ? ഏപ്രിലേ കിട്ടുള്ളൂ. ഏപ്രിലത് നമുക്ക് എന്നെ കിട്ടുള്ളൂ? ഏപ്രിലത് മെയ്യിൽ കിട്ടുള്ളൂ. അപ്പം ജാനുവരിയിൽ ഫെബ്രുവരി കിട്ടും, ഫെബ്രുവരിയിൽ മാർച്ചിൽ കിട്ടും, മാർച്ചിൽ ഏപ്രിലിൽ കിട്ടും. അങ്ങനെയാണ് പോകുക. 1 month ടൈം എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രീവിയസ് പീരീഡ് എടുക്കുക. അപ്പം നമ്മളിപ്പം ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1 month ടൈം പീരീഡ് പറയുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഏപ്രിലല്ലേ? അപ്പം തൊട്ട് മുമ്പത്തെ ഏതാണ്? മാർച്ച് മാസത്തിലെ ഫിഗർ എടുക്കാം. ഒരു ഫിഗർ കിട്ടിയാൽ പിന്നെ വരിക്കിന് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓരോ ഐറ്റം വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എഴുതുന്നു. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നോക്കിയേ വേണ്ട. ഈ ഫിഗറിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും നിങ്ങൾ നോക്കിയേ വേണ്ട. ഈ 4,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 4,000. ഓക്കെ, നമ്മളത് എഴുതി. ഫസ്റ്റ് ഏപ്രിൽ നമ്മൾ ഏപ്രിൽ മാസത്തിൽ 4,000 എഴുതി. ദെൻ ഇനി ആന്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള ക്യാഷ് റെസിപ്റ്റഡ് ആണ് എഴുതുന്നത്. ആന്റിസിപ്പേറ്റഡ് ഓർ പ്രോബബിൾ ക്യാഷ് റെസിപ്റ്റ്സുകൾ ഏതിനോടൊപ്പം ആഡ് ചെയ്യുക? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിനോടൊപ്പം ആഡ് ചെയ്യുക. ദെൻ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള ക്യാഷ് പേയ്മെന്റ്സ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാം. ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡിൽ നമ്മളൊരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എടുക്കുന്നു, അതിനോടൊപ്പം പ്രോബബിൾ ആയിട്ടുള്ള ക്യാഷ് റെസിപ്റ്റ് ആഡ് ചെയ്യുന്നു,
ദെൻ പ്രോബബിൾ ആയിട്ടുള്ള ക്യാഷ് പേയ്മെന്റ്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. ക്യാഷ് സെയിൽസ് വരുമ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതാത് മാസത്തെ സെയിൽസ് അതാത് മാസം എഴുതുക. ഓക്കെ, അപ്പൊ ഏപ്രിൽ സെയിൽസ് ഏപ്രിലിൽ കൊടുക്കുക. അതാത് മാസം കളക്ട് ചെയ്യല്ലേ, ക്യാഷ് സെയിൽസ് അല്ലേ, അപ്പൊ തന്നെ കളക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്യാഷ് സെയിൽസിന്റെ അതാത് മാസം തന്നെ എഴുതുക. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏപ്രിൽ ഫിഗർ 85,000 ആണ്. അത് ഏപ്രിലിൽ കൊടുത്തു. 70,000 മെയിലാണ്, അത് 70,000 അവിടെ എഴുതി. ജൂണിൽ 65,000 അത് അവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഏപ്രിൽ കിട്ടിയ തൊട്ട് അടുത്ത വരിക്കിൽ എഴുതുക. ഏപ്രിൽ മെയ് ജൂൺ അത് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിക്കൂടാ. ഈ ഫിഗർ നമുക്ക് അത് എഴുതാൻ പറ്റില്ല, അതവിടെ കിടക്കട്ടെ. അത് ലാസ്റ്റിൽ എഴുതേണ്ടത് ഫിഗറാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കേ, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പീരീഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഡെറ്റേഴ്സ് ആർ അലൗഡ് 1 month ടൈം ഫോർ മേക്കിംഗ് പേയ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഡെറ്റേഴ്സ് ആർ അലൗഡ് 1 month ടൈം ഫോർ മേക്കിംഗ് പേയ്മെന്റ് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിപ്പം ഈ എഴുതിയിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? മാർച്ചിലെ എമൗണ്ട് ആണ്. ഇതെന്ന് പറയുന്ന മാർച്ചിലെ എമൗണ്ട് ആയിരിക്കും. ഇത് ഏപ്രിലെ എമൗണ്ട്, അതുപോലെ തന്നെ ഇത് ഏതിലായിരിക്കും? മെയ്യിലെ എമൗണ്ട്. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസിന് 1 month ടൈമിലാകാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാർച്ചിലെ എമൗണ്ട് എന്നെ കിട്ടുള്ളൂ, ഏപ്രിലെ കിട്ടുള്ളൂ. ആന്റിസിപ്പേറ്റഡ് റെസിപ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രോബബിൾ റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ ആ ഫിഗർ കറക്റ്റ് ആയിട്ട് പറക്കി എഴുതി. ഓക്കെ, ഒന്ന് കിട്ടിയാൽ അടുത്തത് അതിന്റെ ജസ്റ്റ് തൊട്ടടുത്തത് അതിന്റെ അടുത്ത കോളത്തിൽ എഴുതിക്കൊള്ളാം. അത്രേ ഉള്ളൂ. ദെൻ അടുത്തതെന്ന് പറഞ്ഞേക്കുന്നത് നോക്കിയാൽ, അപ്പം ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഈ നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ വേറെ റെസിപ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും 2 റെസിപ്റ്റുകളും കൂടെ ടോട്ടൽ ചെയ്ത് 1,94,000 കിട്ടി. 1,94,000 കിട്ടി. അത് ടോട്ടൽ ചെയ്ത് എഴുതും. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് പ്രോബബിൾ ക്യാഷ് പേയ്മെന്റ്സ് ആണ്. പ്രോബബിൾ ക്യാഷ് പേയ്മെന്റ്സ് ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിയേ, പേയ്മെന്റ്സ് പ്രോബബിൾ പേയ്മെന്റ്സ് ക്യാഷ് പേയ്മെന്റ്സ് എന്ന് എഴുതി. ഒന്നാമത്തത് ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് ക്യാഷ് സെയിൽസിനെ പോലെ തന്നെ അതാത് മാസത്തെ പർച്ചേസ് അതാത് മാസം എഴുതി കൊടുക്കുക. അതാത് മാസത്തെ പർച്ചേസ് അതാത് മാസം എഴുതി കൊടുക്കുക. അപ്പം ഏപ്രിലെ പർച്ചേസിന്റെ ഫിഗർ ആണ് 80,000, മെയിലെ ഫിഗർ 75,000, ജൂണിലെ ഫിഗർ 75,000. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. അതേപോലെ എഴുതുക. ഓക്കെ, ദെൻ പിന്നെ അടുത്ത് നോക്കിയാൽ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് വരുമ്പം സം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് വരുമ്പോൾ സം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് നമ്മൾ പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സിന് നമ്മളൊരു ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് അലൗഡ് 2 month ടൈം ഫോർ മേക്കിംഗ് പേയ്മെന്റ് ആണ്. 2 months ടൈം ഫോർ മേക്കിംഗ് പേയ്മെന്റ് ആണ്. അപ്പൊ ഈ പേയ്മെന്റ് മേക്ക് ചെയ്യുന്നതിന് 2 months ടൈം ആണ് കൊടുക്കുന്നത്. 2 മാസത്തെ ടൈം ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് മാർച്ചിൽ എമൗണ്ട് കിട്ടണമെങ്കിൽ ജാനുവരിയിലെ ജാനുവരിയിലെ പർച്ചേസ്, സെയിൽസ് അല്ല പർച്ചേസ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പം ജാനുവരി നടക്കുന്ന സെയിൽസിന്റെ എമൗണ്ട് ജാനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞിട്ട് മാർച്ചിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഏപ്രിലിൽ കിട്ടേണ്ടത് ഏതൊക്കെയായിരിക്കും? അപ്പൊ ഏപ്രിലിന് തൊട്ട് മുമ്പത്തെ 2 മാസം നോക്കുക. ഏതൊക്കെയാണ്? ഏപ്രിലിന് തൊട്ട് മുമ്പ് ഏതാണ്? മാർച്ച് വരുന്നു. ദെൻ ഫെബ്രുവരി. അപ്പൊ ഏത് മാസത്തെ മുതൽ തുടങ്ങുക? ഫെബ്രുവരിയിലെ മുതൽ തുടങ്ങാം. ഫെബ്രുവരി മാസത്തെ ക്രെഡിറ്റ് പർച്ചേസിന്റെ ഫിഗർ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് 2 months ടൈമാണ് അലോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 months ടൈം അലോ ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, അതായത് ഇപ്പൊ നമ്മള് ജാനുവരിയിലെന്ന് പറഞ്ഞാൽ ജാനുവരി ഫെബ്രുവരിയും കഴിഞ്ഞിട്ട് മാർച്ചിൽ കൊടുക്കുന്നു. ഇനി അടുത്ത ഫെബ്രുവരിയിലെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ചും കഴിഞ്ഞിട്ട് ഏപ്രിലിൽ കൊടുക്കുന്നു. അപ്പൊ ഏപ്രിലിൽ വരുന്നത് ഏതാണ്? ഫെബ്രുവരി മാസത്തെയാണ് ഏതിൽ വരുന്നത്? ഏപ്രിലിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മള് ഫെബ്രുവരി മാസത്തെ എമൗണ്ട് ആണ് ഇവിടെ എഴുതിയത്. ഇത് ഫെബ്രുവരി മാസത്തെ എഴുതിയെങ്കിൽ തൊട്ടടുത്തത് മാർച്ച് ഇവിടെ എഴുതി കൊടുക്കുക. ദെൻ ഏപ്രിൽ ഇവിടെ എഴുതി കൊടുക്കുക. ഒരിക്കലും എഴുതിക്കൊള്ളാം. ഓക്കെ, ഇത് ക്രെഡിറ്റ് സെയിൽസിന്റെ ഫിഗർ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയാൽ അതർ എക്സ്പെൻസസ് ആണ്. അതർ എക്സ്പെൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഹാഫ് മന്ത് ടൈം, അതായത് 15 days ഗ്യാപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. 15 days ഗ്യാപ്പ് ഓർ ഹാഫ് മന്ത് ടൈം ആണ് ഫോർ മേക്കിംഗ് പേയ്മെന്റിന് വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ടൈം ലാഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹാഫ് മന്ത് ടൈം വന്നാൽ അല്ലെങ്കിൽ 15 days വന്നാൽ ഹാഫ് മന്ത് എന്നോ അല്ലെങ്കിൽ എന്താണ് 15 days എന്നോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്നത് കറണ്ട് ഇയർ, ഏത് മാസത്തെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്? കറണ്ട് മന്ത് പ്ലസ് പ്രീവിയസ് മന്ത്. കറണ്ട് മന്തിന്റെ എമൗണ്ട് പ്ലസ് പ്രീവിയസ് ഇയറിലെ മന്ത് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ കറണ്ട് മന്ത് പ്ലസ് പ്രീവിയസ് ഇയർ മന്ത്. അപ്പൊ രണ്ടിന്റെ ഫിഗർ എടുക്കുക. ഏപ്രിലെ എമൗണ്ട് എത്രയാണോ അതേ പ്ലസ് ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഏതാണ്? മാർച്ചിലെ എമൗണ്ട് പ്ലസ് ഏപ്രിലെ എമൗണ്ട് ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം മാർച്ച് പ്ലസ് ഏപ്രിൽ ഡിവൈഡഡ് ബൈ 2 ആണ് ഈ ഫിഗർ. അപ്പൊ ഇവിടെ എന്ത് വരും? ഏപ്രിൽ പ്ലസ് മെയ്
ഡിവൈഡഡ് ബൈ 2. ഏപ്രിലിലെ അതർ എക്സ്പെൻസിന്റെ എമൗണ്ട് പ്ലസ് മെയ്യിലെ അതർ എക്സ്പെൻസിന്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ അല്ലേ? അടുത്തത് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? മെയ്യിലെ എമൗണ്ട് പ്ലസ് ജൂണിലെ എമൗണ്ട് ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക? ഹാഫ് മന്ത് ടൈം പറയുകയാണെങ്കിലോ 15 ഡേയ്സ് ഗ്യാപ്പ് പറയും, ടൈം ലാഗ് 15 ഡേയ്സോ ഹാഫ് മന്ത് എന്നോ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിയേ, റെന്റ്. നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എവരി മന്ത് വി കളക്ട് 3000 എന്ന് പറയുന്നുണ്ട്. സോറി, വി പേ റെന്റ് എത്രയാണ്? കളക്ട് അല്ല, പെയ്ഡ് ആണ്. എത്രയാണ്? 3000 റുപ്പീസ് ആണ്. നമ്മൾ എക്സ്പെക്റ്റഡ് പേയ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മാസവും 3000 റുപ്പീസ് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു? റെന്റ് പെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലേ? അപ്പോൾ എന്താണ്? എവരി മന്ത് റുപ്പീസ് 3000 ഈസ് ടു ബി പെയ്ഡ് ആസ് എന്താണ്? റെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ മാസവും നമ്മൾ എന്ത് എഴുതി? 3000 റെന്റ് ആയിട്ട് എഴുതി. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന റുപ്പീസ് 4000 ഈസ് ടു ബി പെയ്ഡ് ആസ് ഡിവിഡൻഡ് ഇൻ ജൂൺ ഉള്ളി. അപ്പോൾ ജൂണിൽ നമ്മൾ 4000 റുപ്പീസ് എന്ത് കൊടുക്കുന്നതായിട്ടും ഡിവിഡൻഡ് കൊടുക്കുന്നതായിട്ട് എഴുതുന്നു. അതാണ് ജൂണിൽ 4000 റുപ്പീസ് ഡിവിഡൻഡ് പേ ചെയ്തതായിട്ട് എഴുതുന്നു. അപ്പം നോക്കിയേ, അപ്പം ഇവിടെ ഈ 2 കോളത്തിൽ എമൗണ്ട് ഇല്ല, എവിടെ മാത്രം 4000 ജൂണിൽ മാത്രം എഴുതി. അപ്പോൾ ഇനി എന്താ ചെയ്യുക? ഈ പേയ്മെന്റ്സുകൾ കൂട്ടുക. നമ്മൾ ഈ കോളത്തിലെ റെസിപ്റ്റ് കൂട്ടി ഈ കോളത്തിലെ പേയ്മെന്റ്സ് കൂട്ടുക. ഓക്കെ, അപ്പം 1,94,000 ആണ് റെസിപ്റ്റ് ടോട്ടൽ. ദെൻ പേയ്മെന്റ്സ് ടോട്ടൽ 1,88,000 ആണ്. 1,88,000. അപ്പൊ ഇതേ മൈനസ് ഇതാണ് എന്തെന്ന് പറയാം? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുമ്പോൾ ദിസ് ടോട്ടൽ മൈനസ് ദിസ് ടോട്ടൽ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടോട്ടൽ ഈസ് എ, സെക്കൻഡ് ടോട്ടൽ ഈസ് ബി. എ മൈനസ് ബി, ദാറ്റ് ഈസ് 6,000 റുപ്പീസ് ആണ് എന്തെന്ന് പറയുക? ഏപ്രിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുക. ഏപ്രിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6,000. ഏപ്രിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് മെയ്യിലെ ഓപ്പണിംഗ്. ഈ ഫിഗർ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോർവേഡ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഏപ്രിലെ ക്ലോസിംഗ് ബാലൻസ് മെയ്യിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ഇവിടെ എത്രയാണ്? എമൗണ്ട് എത്രയാണ്? 6,000 ആണ്. ആ 6,000-നോടൊപ്പം ഈ ഫിഗർ ആഡ് ചെയ്തു. 2,36,000 കിട്ടി അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഇവിടുത്തെ ടോട്ടൽ നമുക്ക് 2,05,000 ആണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തപ്പോൾ 31,000 റുപ്പീസ് കിട്ടി. 31,000 റുപ്പീസ് കിട്ടി. അതായത് മെയ്യിലെ ക്ലോസിംഗ് ബാലൻസ്, മെയ്യിലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 31,000 ആണ്. അപ്പൊ മെയ്യിലെ ക്ലോസിംഗ് ബാലൻസ് കൊണ്ട് നമ്മൾ ജൂണിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു 31,000. ഓക്കെ, 31,000. ഇനി അതിനോടൊപ്പം ഈ 2 ഫിഗറും കൂടെ ആഡ് ചെയ്ത് 2,06,000 കിട്ടി. ദെൻ പേയ്മെന്റ്സ് എല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ 2,04,500 കിട്ടി. 2,04,500 കിട്ടി. അപ്പം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് എഴുതി? 1,500 എഴുതി. ഇപ്പൊ ഇവിടെ എല്ലാം 3 ഫിഗറും പോസിറ്റീവ് ഫിഗറാണ്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫിഗർ നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ അതിന്റെ അവിടെ നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കാം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് കാണിക്കാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് കാണിക്കാം? മൈനസ് ആയിട്ട് കാണിക്കാം. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എന്തില്ല? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇല്ല. ഇതെല്ലാം തന്നെ എന്താണ്? പോസിറ്റീവ് ഫിഗർ ആണ്. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ആൻഡ് ലിസൺ ദ വീഡിയോസ് കെയർഫുള്ളി and try to work these problems. Okay.